നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ഞങ്ങൾ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വീഡിയോകൾ മാത്രമുള്ള ആ പ്ലേലിസ്റ്റ് അതിന്റെ തുടക്കം മുതൽ വീക്ഷിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളെ എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ദൂരീകരിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മുടെ അവസാനത്തെ വീഡിയോ. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്ലേലിസ്റ്റിന്റെ അവസാനത്തെ വീഡിയോയാണ് ഇന്നത്തേത്. സിലജിസം അഥവാ അനുമാന ന്യായം യുക്തിപരമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു യുക്തിവാദമാണിത്. ഒരു അനുമാനത്തെ നമ്മൾ പ്രസ്താവിക്കുകയും അതിനുശേഷം സത്യമായ നിഗമനം കൊണ്ട് ആ പ്രസ്താവനയെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണിത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാവുന്നതാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി. സിലജിസത്തിൽ 2 അനുമാനങ്ങളുണ്ട്. ആ 2 അനുമാനങ്ങളും രണ്ട് തരത്തിലാണ്. പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്ന ദാർശനികർക്കൊക്കെ അല്ലെങ്കിൽ യുക്തിവാദികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് വളരെ നല്ല അറിവ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സിലജിസത്തിൽ നിങ്ങളുടെ യുക്തിയെയാണ് സ്വീകരിക്കപ്പെടുന്നത്. അനുമാന ന്യായത്തിലൂടെ അഥവാ സിലജിസത്തിലൂടെ നമ്മുടെ ബോധ മനസ്സ് മുഖ്യമായ പ്രതിജ്ഞകൾ സത്യമായും ഉണ്ടെന്ന് ഭാവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉപബോധ മനസ്സ് ആ നിഗമനത്തിലെത്താൻ തീരുമാനമെടുക്കും. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നോക്കാം. എല്ലാ നന്മകളും പുകഴ്ത്തപ്പെടേണ്ടതാണ്. ദയ ഒരു നന്മയാണ്, അതുകൊണ്ട് ദയ പുകഴ്ത്തപ്പെടുന്നു. ഇതൊരു അനുമാന ന്യായമാണ്. നമ്മൾ നന്മകളെല്ലാം പുകഴ്ത്തപ്പെടേണ്ടതാണെന്ന് പറയുകയും ദയയെ ഒരു നന്മയാക്കി കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദയയെ പുകഴ്ത്തപ്പെടേണ്ടതാണെന്ന് പ്രസ്താവിക്കുന്നു. ഒരു അനുമാനത്തെ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ഉറച്ച അനുമാനം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരിക്കൽ നിർമ്മിക്കപ്പെട്ട എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാകുകയും നശിക്കുകയും ചെയ്യുമെന്നുറപ്പാണ്. പാരീസിലെ ഈഫൽ ടവർ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈഫൽ ടവറിന് മാറ്റം വരാനോ നശിക്കാനോ സാധ്യതയുണ്ട്. ഇവിടെ 2 അനുമാനങ്ങളാണ് നാം നടത്തിയത്. ആദ്യത്തെ അനുമാനത്തിൽ നിർമ്മിക്കപ്പെട്ടതെല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാകുകയോ നശിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് സത്യമാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ അനുമാനത്തോട് പാരീസിലെ ഈഫൽ ടവർ യോജിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈഫൽ ടവറിന് മാറ്റം വരാനും ഈഫൽ ടവർ നശിക്കാനും സാധ്യതയുണ്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനോട് നാം പറയുന്നു. അനുമാന ന്യായത്തിന് നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വളരെയധികം കഴിവുണ്ട്. ബോധ മനസ്സുകൊണ്ട് നാം ഏതെങ്കിലും ഒരു ആശയത്തെ പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഉപബോധ മനസ്സ് ആ ആശയത്തെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം മറ്റുള്ളവർ നൽകുന്ന ഉപരിനിർദ്ദേശത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ഉപരിനിർദ്ദേശങ്ങൾ നമ്മുടെ ബോധ മനസ്സാൽ നാം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിൽ ആ നിർദ്ദേശങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് നാം പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കാം. ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിയിലാണ് എന്ന് വെക്കുക. അയാളുടെ ആരോഗ്യം പോയി, സമ്പത്തില്ലാതെയായി, സ്നേഹിതന്മാർ ഇല്ലാതെയായി, അയാൾ തൊടുന്നതെല്ലാം തെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അയാൾക്ക് സംഭവിച്ചത്? ആ വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടകാലമാണെന്ന് അയാൾ ബോധ മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചു. കഷ്ടകാലം വന്നപ്പോൾ അയാളുടെ ജീവിതം തന്നെ കുഴഞ്ഞു മറിഞ്ഞെന്നും സമ്പത്തും ആരോഗ്യവുമൊക്കെ പോയെന്നും അയാൾ സത്യമായും വിശ്വസിച്ചു. അപ്പോൾ കഷ്ടകാലം വന്നെന്ന് പറയുന്നത് ഒരു അനുമാനവും നഷ്ടങ്ങൾ വന്നു എന്ന് പറയുന്നത് മറ്റൊരു അനുമാനവുമാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അയാൾ മറ്റൊരു മുഖ്യമായ അനുമാനത്തെ അംഗീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ നാം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ബുദ്ധിശക്തി കൊണ്ട് ഉപബോധ മനസ്സ് നമ്മെ ഭൗതികവും മാനസികവും ആധ്യാത്മികവുമായി നയിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നു എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ തീരുമാനങ്ങളിൽ സ്വയമേ തന്നെ നമ്മളെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിന് സമാധാനം തരും, നമ്മുടെ ശരീരത്തിന് രോഗവിമുക്തത തരും. തന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ബുദ്ധിശക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുകയും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ അതിനനുസൃതമായി ഉപയോഗിക്കാൻ നാം ശ്രമിക്കുകയും വേണം.
അനന്തമായ എന്റെ ബുദ്ധിശക്തി എന്നെ എല്ലാ മാർഗത്തിലും നയിക്കുകയും എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ സദാ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എനിക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ട്. ദൈവീകമായ ഒരു ആജ്ഞയും ശരിയായ എന്റെ പ്രവൃത്തിയും എന്റെ സമഗ്രമായ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞതാണ് ജീവിതമെന്നും കയ്പും മധുരവും ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഏതൊരു ഞെരുക്കത്തിനും ഒരു എളുപ്പമുണ്ടെന്നും പൂർണ്ണമായും വിശ്വസിക്കുക. ഖുർആനിലെ ഒരു അധ്യായത്തിൽ അടുത്തടുത്ത് വരുന്ന 2 സൂക്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. തീർച്ചയായും ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പമുണ്ടെന്ന്. എന്നിട്ട് വീണ്ടും അത് തന്നെ പറയുന്നു, തീർച്ചയായും ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ വലിയ എന്തോ ഒന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. പൂർണ്ണമായ ആരോഗ്യം എനിക്കുണ്ടെന്നും എന്റെ മനസ്സും ശരീരവും അതിയായ സൗന്ദര്യമുള്ളതാണെന്നും നാം തുടർച്ചയായി നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകി കഴിഞ്ഞാൽ അവ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. മനസ്സിന്റെ നിയമങ്ങളുടെ പ്രകൃതി അനുസരിച്ച് അവയ്ക്ക് ഫലമുണ്ടാകും. നന്മയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ പൂർണ്ണമായും വിശ്വസിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്മ മാത്രം ഒഴുകിയെത്തിക്കൊള്ളും. നമ്മുടെ ഉപബോധ മനസ്സിന്റെ അതിയായ ബുദ്ധിശക്തിയെക്കുറിച്ച് അജ്ഞരാണ് നമ്മിൽ പലരും. നമ്മുടെ ഉപബോധ മനസ്സിന് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അറിയാം എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഈ ഉത്തരങ്ങളൊക്കെ അതിനറിയാമെന്ന് ആ ഉപബോധ മനസ്സിന് ബോധമില്ല. ഉപബോധ മനസ്സ് ഒരിക്കലും തന്നെ നമ്മോട് വാദിക്കുകയോ തിരിച്ച് സംസാരിക്കുകയോ ചെയ്യില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകുകയാണ് എന്ന് കരുതുക. എനിക്ക് ഇതിന് കഴിയില്ല, ഞാൻ തീർത്തും കഴിവില്ലാത്ത ഒരാളാണ്, എനിക്ക് ഈ കടപ്പാട് പൂർത്തിയാക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകുന്ന സമയത്ത് ഉപബോധ മനസ്സ് ഒരിക്കലും തന്നെ തിരിച്ചു പറയില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്ന് എന്നെ കുഴപ്പിക്കരുതെന്ന്. എന്ത് നിർദ്ദേശമാണോ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്താൻ അനുവദിച്ചത്, ആ നിർദ്ദേശത്തെ ഒരു ആശയമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉപബോധ മനസ്സ് അനുഭവമാക്കി മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ട നന്മകളെ നാം തടസ്സപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കുക. നാം നമ്മുടെ ജീവിതത്തിലേക്ക് കുറവിനെയും പരിമിതികളെയും നിരാശയെയും കൊണ്ടുവരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ബോധമനസ്സുകൊണ്ട് പല കാര്യങ്ങളെയും നാം പ്രതിബന്ധങ്ങളാക്കി മാറ്റുകയും തടസ്സങ്ങളാക്കി അംഗീകരിക്കുകയും താമസം വരുത്തുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ വിവേകത്തെയും അതിയായ ബുദ്ധിശക്തിയെയും നാം നിരസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം നടക്കില്ല എന്ന് നാം പ്രസ്താവിക്കുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിന് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവില്ല എന്നാണ് നാം പറയുന്നത്. ഇത് നമ്മുടെ വികാരപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതുമായ ഞെരുക്കത്തിന് കാരണമാകും. അതായത് സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് കൂടുതലായും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ഉപബോധ മനസ്സ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയുള്ളൂ. താക്കോൽ നിർമ്മിക്കപ്പെടാതെ ഒരു പൂട്ടും തന്നെ ജനിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നവും തന്നെ അതിന്റെ പരിഹാരമില്ലാതെ ഉണ്ടാവുകയില്ല. നമുക്ക് പ്രശ്നമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അവസരത്തെ പ്രപഞ്ചശക്തി നമ്മുടെ മുന്നിലേക്ക് വച്ച് നീട്ടുമ്പോൾ നമ്മുടെ ബോധമനസ്സുകൊണ്ട് അതിന് നമ്മെ കൊണ്ട് കഴിയില്ല എന്ന് നാം പ്രസ്താവിക്കാൻ ശ്രമിക്കരുത്. മറിച്ച് അതിന്റെ ഉത്തരം എന്താണെന്ന് തിരയുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന, നാം കാണേണ്ടി വരുന്ന, നാം കേൾക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും, എല്ലാ വ്യക്തികളും 90% നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള വൈബ്രേഷനുകൾ മൂലമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ആഗ്രഹം നമുക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉപബോധ മനസ്സിനെ മുക്തമാക്കി വിടുക. ആ ലക്ഷ്യത്തെ, ആ ആഗ്രഹത്തെ, ആ പ്രശ്നത്തെ നമ്മിലേക്ക് തന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിനെ പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം സഫലീകരിക്കാനുള്ള മാർഗവും നമ്മുടെ ഉപബോധ മനസ്സ് കണ്ടെത്തിക്കൊള്ളും. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ കൊണ്ടുവരും. ആ അവസരങ്ങളെ സ്വീകരിക്കുകയും യഥാവിധി പ്രവർത്തിക്കുകയും മാത്രമാണ് നാം ചെയ്യേണ്ടത്. എനിക്ക് ഈ ആഗ്രഹത്തെ നൽകിയ എന്റെ അനന്തമായ ഉപബോധ മനസ്സിനെ എനിക്ക് മാർഗനിർദ്ദേശം നൽകുകയും എന്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ പദ്ധതി വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു ഉപബോധ മനസ്സാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ നിർദ്ദേശത്തെ നാം പതിവാക്കി കഴിഞ്ഞാൽ, അതായത് എന്റെ ഉപബോധ മനസ്സ് എനിക്ക് തന്ന ആഗ്രഹങ്ങളെ എന്റെ ഉപബോധ മനസ്സ് തന്നെ സഫലീകരിക്കും എന്നുള്ള നിർദ്ദേശം നാം പതിവാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാനും നിരാശയിൽ നിന്നും മുക്തി ലഭിക്കാനും അത് സഹായകമാകും. മറിച്ച് നാം ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, എല്ലാ വഴികളും അടഞ്ഞു, എനിക്കെല്ലാം നഷ്ടമായി, ഈ ഒന്നും വയ്യാത്ത വിഷമഘട്ടത്തിൽ എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ തടയപ്പെട്ടവനായി നിൽക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉത്തരവും ലഭിക്കില്ല, ഒരു അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. ശരിയായ രീതിയിലുള്ള നിർദ്ദേശവും അപേക്ഷയുമാണ് നാം ഉപബോധ മനസ്സിലേക്ക് നൽകേണ്ടത്. തീർച്ചയായും ഉപബോധ മനസ്സിന്റെ പൂർണ്ണ സഹകരണം നമുക്ക് ആവശ്യമാണ്. 24 മണിക്കൂറും നമുക്ക് വേണ്ടി നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശ്വാസത്തിന്റെയും ഹൃദയത്തിന്റെയും ഗതികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ സഹായത്തോടു കൂടെയാണ് ശരീരം ആ മുറിവിനെ ഭേദമാക്കുന്നത്. ഉപബോധ മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതി തന്നെ ജീവനെ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നും നിങ്ങളെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും അന്വേഷണം തുടരുകയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. നാം ആളുകളോട് ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. ആ ആശയവിനിമയങ്ങൾ പലതരത്തിലുള്ള ഭാഷകളിലായിരിക്കാം. ഒരുപക്ഷെ നേരിട്ടായിരിക്കാം, ഒരുപക്ഷെ ഫോണിലായിരിക്കാം, ഒരുപക്ഷെ മെസ്സേജിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ കത്തിലൂടെ ആയിരിക്കാം. എന്തു തന്നെയായാലും ആശയവിനിമയം നടത്തുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ആശയവിനിമയങ്ങൾ നടത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നാം മറ്റൊരാളുടെ മനസ്സുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഉപബോധ മനസ്സിനോട് ആശയവിനിമയം നടത്തണമെങ്കിൽ ഉപബോധ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം ആശയവിനിമയം നടത്താൻ. നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവനാ ചിത്രങ്ങളുമാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഭാഷ. ഒരു പ്രശ്ന പരിഹാരത്തിനായി നാം അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് അതിനുവേണ്ടി പ്രതികരിക്കും. ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ലതോ ചീത്തതോ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണമെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതീക്ഷിക്കുന്നു. നല്ല തരത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ്, നല്ല തരത്തിലുള്ള ഭാവനാ ചിത്രങ്ങൾ കൊണ്ടാണ് നാം ആ പ്രശ്നത്തെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഉപബോധ മനസ്സ് നമ്മെ എത്തിക്കുക. നേരെ മറിച്ചാണെങ്കിലോ, ചീത്ത തരത്തിലുള്ള ചിത്രങ്ങളും ചീത്ത തരത്തിലുള്ള ചിന്തകളുമാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് തീർച്ചയായും നമ്മെ ചീത്തതായിട്ടുള്ള, നമുക്ക് നല്ലതല്ലാത്ത ഒരു തീരുമാനത്തിലേക്കാണ് ആ പ്രശ്നത്തെ എത്തിക്കുക. കാര്യം വളരെ എളുപ്പമാണ്. നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ബോധ മനസ്സിനകത്ത് അതില്ല. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിനോട് ബോധ മനസ്സുകൊണ്ട് നാം ആ ഉത്തരത്തെ ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് ഉത്തരങ്ങൾ എത്തുന്നതാണ്. ചോദിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞു. ഭാവനാചിത്രങ്ങളും നമ്മുടെ ചിന്തകളും. ഭാവനാചിത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ദൃശ്യവൽക്കരണം നടത്തുക എന്നതാണ്. ദൃശ്യവൽക്കരണത്തെ വളരെയധികം വിശദീകരിച്ചുകൊണ്ട് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായും ആ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനമായി വളരെ ഊന്നൽ നൽകിക്കൊണ്ട് പറയേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മുടെ ഉപബോധ മനസ്സിന് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമറിയാം എന്ന് അംഗീകരിക്കണം. ആ ഉപബോധ മനസ്സ് സദാസമയവും നമ്മോട് ആ ഉത്തരത്തിന് വേണ്ടി പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും അതിന് നമ്മുടെ ഉപബോധ മനസ്സിനോട് നന്ദി രേഖപ്പെടുത്തണം. നമ്മുടെ ഉപബോധ മനസ്സിലെ അനന്തമായ ബുദ്ധിശക്തിക്ക് എല്ലാം അറിയാം. ഇപ്പോൾ ശരിയായ ഉത്തരം എന്നോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ യഥാർത്ഥ വിശ്വാസം എന്റെ ഉപബോധ മനസ്സിന്റെ പ്രൗഢിയെയും രാജകീയ പ്രതാപത്തെയും സ്വന്തമാക്കി വിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്നുള്ള നിർദ്ദേശങ്ങളെ തുടർച്ചയായി ഉപബോധ മനസ്സിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എല്ലാം തന്നെ സഫലീകരിക്കട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമെല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക്